ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നല്ലൊരു നാടൻ ലഞ്ച് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുഴുക്കും മുരിങ്ങയില മെഴുക്ക് പുരട്ടിയുമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണണ്ടേ? ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കണവത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ കണവയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടിത് വൃത്തിയാക്കാൻ നല്ല എളുപ്പമാണ്. കണവ വൃത്തിയാക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ മുഴുവനും അതിൻ്റെ കറുത്ത മഷി പുരളും. അതുകൊണ്ട് ആദ്യമേ അതങ്ങ് എടുത്ത് മാറ്റിയാൽ ബാക്കി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ വിരിച്ച് വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കും. ഒത്തിരി വലിയ കണവയേക്കാളും ഈ ഒരു മീഡിയം സൈസ് കണവയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കണവയുടെ ഉള്ളിൽ ഇതുപോലത്തൊരു സാധനം ഉണ്ടാകും. അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതെടുത്ത് മാറ്റുകയും ചെയ്യണം. അതുപോലെ ഇതിൻ്റെ വയറിനകത്ത് നിറയെ മണലുണ്ടാകും, അഴുക്കുമുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. റൗണ്ടിൽ കട്ട് ചെയ്താലും ഓരോ റൗണ്ടിൽ നിന്നും നമ്മളത് എടുത്ത് വൃത്തിയാക്കണം. കണവയെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കത്തേങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. സവാളയെക്കാളും ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. മൺചട്ടിയിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. മൺചട്ടി ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിടാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴേക്കും 1-2 വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ, അതുകൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരല്പം പുളി ചേർക്കാം. തോരനാണെങ്കിലും ഒരല്പം പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കണവ ചേർക്കാം. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കണവയിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോഴാണ് മിക്കവാറും എല്ലാ കറികളിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. പണ്ടൊന്നും അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നല്ല മുറ്റിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. ഒട്ടും തന്നെ ഇത് അരയണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പൾസ് മോഡിൽ ചെയ്താൽ മതി. നമ്മുടെ കണവ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കുക, വെള്ളമൊക്കെ വറ്റി നന്നായിട്ടിത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്താൽ മതി. അരപ്പ് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇളക്കി നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. എത്രത്തോളം ഇത് നല്ല അരപ്പ് മൂത്ത് വരും അത്രയും ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഈ അരപ്പെല്ലാം നല്ലതുപോലെ ചൂടാകും. കൂടുതൽ ഡ്രൈ ആയാൽ കണവ ശരിക്കും ഡ്രൈ ആയി പോവും. കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കണവത്തോരൻ മാത്രം മതി നന്നായിട്ട് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. അടുത്തതായിട്ട് ഫ്ലാക്സ് സീഡും ചേനയും ഏത്തക്കായും കൊണ്ട് നല്ലൊരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു പുഴുക്ക് കഞ്ഞിയോടൊപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. വൃശ്ചികം ധനു മാസങ്ങളിൽ വെട്ടുന്ന ചേന നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ചേനയും ഏത്തക്കായും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഫ്ലാക്സ് സീഡും 1/2 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ചെറുപയറിന് പകരമായിട്ട് പെരുംപയറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഈ ചേനയോടൊപ്പം ചേർത്ത് വേവിക്കാം. നല്ലതുപോലെ വേകാനായിട്ട് 3-4 വിസിൽ വേണ്ടി വരും. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം പുളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചേനയ്ക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ അത് പുളി ഒഴിച്ചാൽ അതങ്ങ് മാറും.
വളരെ കുറച്ചാണ് പുളി ഒഴിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പുളി കൂടിപ്പോയാൽ ഒട്ടും ടേസ്റ്റ് കാണുകയില്ല. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിടാം. ഇതിൽ 1 കപ്പ് തേങ്ങ കൂടിയിട്ട് അരയ്ക്കാം. ഇത് നല്ല വിളഞ്ഞ തേങ്ങയാണ്. ഇങ്ങനെയുള്ള കറികൾക്കെല്ലാം ഇത്തരം വിളഞ്ഞ തേങ്ങയാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് കുറച്ച് എരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടതുകൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഈ കറിവേപ്പില നോക്കിക്കേ, ഇപ്പോൾ കിട്ടുന്നതെല്ലാം ഇങ്ങനെ ചീത്തയായതാണ്. പകുതിയും പുഴു കടിച്ചതുപോലത്തെയാണ്. കുറച്ച് കറിവേപ്പില കൂടി ഈ അരപ്പിനോടൊപ്പം ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരപ്പിന് നല്ല മണം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചേനയും ഫ്ലാക്സീഡും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുക്കർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഫ്ലാക്സീഡ് നമ്മൾ ദിനം പ്രതി ചെറിയൊരളവിൽ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതെന്നാണ് പറയുന്നത്. ചെറുപയറും ഫ്ലാക്സീഡും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഫ്ലാക്സീഡിന് ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇതിൽ ധാരാളം ഫൈബറും ഒമേഗ-3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തും. ആയതിനാൽ ഫ്ലാക്സീഡ് നിത്യേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇത് പൊടിച്ച് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ എന്തിലെങ്കിലും ഒരല്പം ഇട്ട് വേവിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ ഗർഭിണികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതെന്നാണ് പറയുന്നത്. ജനിക്കാൻ പോണ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. അരപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് ഇതിലൊന്ന് കടുക് പൊട്ടിക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ അരിയും 3-4 മുളകും എടുത്തിട്ടുണ്ട്. 1-1.5 പിടി തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു വറവൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് തരും. പ്രത്യേകിച്ച് വ്രതം നോക്കുന്ന ആൾക്കാർക്കൊക്കെ ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണിത്. അടുത്തതായിട്ട് മുരിങ്ങയില കൊണ്ടൊരു മെഴുക്ക് വരട്ടിയാണ്. സാധാരണ നമ്മൾ തോരനൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മധുരച്ചീരയുടെ ഇല കൂടിയുണ്ട്. ഇന്ന് പറമ്പിലോട്ട് പോയപ്പോൾ മുരിങ്ങയില കണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഇല വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ മധുരച്ചീരയും ഉണ്ടായിരുന്നു. രണ്ടും വളരെ കുറച്ച് ഇലകളായിട്ടാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് മെഴുക്ക് വരട്ടാമെന്ന് വെച്ചു. ഇതിൽ ജീരകവും വെളുത്തുള്ളി ഒന്നും അരയ്ക്കുന്നില്ല. ജസ്റ്റ് തേങ്ങ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. മുരിങ്ങയിലയുടെ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത്രത്തോളമൊന്നും ഞാൻ വൃത്തിയാക്കിയില്ല. ചെറിയ തണ്ടുകളൊക്കെ കിടന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. വലിയ തണ്ട് മാത്രം അങ്ങ് മാറ്റിയാൽ മതി. മധുരക്കീര ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. പുഴുക്കിന് കടുക് വറുത്ത അതേ ചീനച്ചട്ടിയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഈ ചീരയും മുരിങ്ങയിലയും കൂടി ചേർക്കാം. രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. തീ കൂടിയാൽ മുരിങ്ങയില പെട്ടെന്ന് ഡ്രൈ ആയി പോവും. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതുപോലെ തുറന്നു വെച്ച് തന്നെ വേവിക്കാവുന്നതാണ്. അടച്ചിടേണ്ട കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കിക്കേ, ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിടിയോളം തേങ്ങയും ചേർക്കാം. എരിവിന് വേണ്ടി ഒരല്പം ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ അത് പുറത്തു നിന്ന് വാങ്ങുന്നതല്ല, നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതുപോലുള്ള ഈ കാശ്മീരി ചില്ലിയെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ നാടൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ കണവത്തോരന് ഭയങ്കര മണമാണ്. നല്ല മൂത്ത തേങ്ങയും അതുപോലെ ഗരം മസാലയുടെയൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നല്ല വിശപ്പുമുണ്ട്. ഇതുപോലുള്ള കറികൾ ട്രൈ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.